മാളയ്ക്കടുത്ത് മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ സ്ഥലത്തെ ഒരു കോഴി ഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ കോഴി ഫാമിൽ ജാർഖണ്ഡ് സ്വദേശികളായ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. ഈ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ അതിലെ കൊടുക്കൽ വാങ്ങലുകളുടെ പേരിലുണ്ടായ സംഭവങ്ങളാണോ അന്നുണ്ടായതെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കോട്ടയത്ത് ദമ്പതികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ അമിതിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ മാളയിൽ വെച്ചിട്ടായിരുന്നു ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരാണ് ഈ ഒരു കുറ്റം ചെയ്തതെന്ന് എങ്ങനെയാണ് പോലീസുകാർ സ്ഥിരീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾക്ക് മുന്നേ ഈ വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിച്ചതിന്റെ പേരിൽ ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്റെ ഫിംഗർ പ്രിന്റ് പോലീസുകാർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിംഗർ പ്രിന്റ് ആ വീട്ടിൽ നിന്ന് കിട്ടിയ കോടാലിയിലെ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് പോലീസുകാർ ഇവരാണ് ഈ ഒരു കുറ്റം ചെയ്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കുറെ ദുരൂഹതകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ ഒരു കുറ്റം ചെയ്യാൻ പറ്റുമോ എന്നാണ് ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു സംശയം. അത് മാത്രവുമല്ല, ഇവനെ കൊണ്ട് ഇനി വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിലോ, ഇങ്ങനെയും ഒരുപാട് പോസിബിലിറ്റീസ് ഈ ഒരു കേസിനകത്തുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ഇവരുടെ മകൻ മരിച്ച സംഭവത്തിൽ ഇപ്പോഴും തെളിയാതെ കിടക്കുവാണ് ആ ഒരു കേസ്. പോലീസുകാർ പറഞ്ഞിരുന്നത് അതൊരു ആത്മഹത്യ ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ശരിക്കും അതൊരു ആത്മഹത്യയായിട്ട് ഒരു കാരണവശാലും നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ആ ഒരു കേസിനകത്ത് ഒരു വ്യക്തത ഈ ഒരു നിമിഷം വരെ വന്നിട്ടില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെയും കൊണ്ട് ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഈ ഒരു കൊലപാതകം ചെയ്യിപ്പിച്ചതാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ഈ ഒരു കേസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവനെ പിടിച്ച വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ്, അസം സ്വദേശിയായിട്ടുള്ള അമിത് ഉറാങ്ങിനെ കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ മാളയ്ക്കടുത്ത് മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ സ്ഥലത്തെ ഒരു കോഴി ഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ കോഴി ഫാമിൽ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർക്കൊപ്പമായിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. നിർണായകമായ വിവരം കൂടി പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായത്, പ്രതിയിലേക്ക് എത്തിയത് നിർണായകമായത് ഈ മൊബൈൽ ഫോൺ ലൊക്കേഷനാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. കാരണം 10ലധികം മൊബൈൽ ഫോണുകൾ ഈ പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. അതിലധികം സിമ്മുകളും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മൊബൈൽ ഫോൺ മാറ്റിയാണ് ഇയാൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഈ വാർത്ത പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏകദേശം 10 മൊബൈലായിരുന്നു ഇവ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇവനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എന്തിനാണ് 10 മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം? ഇതൊക്കെ ഈ ഒരു കേസിനകത്ത് പ്രധാനമായിട്ട് തിരക്കേണ്ട ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇവന്റെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ കൂടി സത്യങ്ങൾ കിട്ടും. ഇനി അതും പോരാഞ്ഞ് ഇവരെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ വിജയകുമാറിന്റെയും ഈ ഡോക്ടർ മീരയുടെയും ഫോണുകൾ ഇവൻ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോണുകളും ഇവന്റെ പക്കലുണ്ട്. എന്തിനായിരിക്കും ഇവൻ ആ ഒരു ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്? ഒരുപക്ഷെ ഇനി ഈ CCTVയുടെ പ്ലേ ബാക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രധാന തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ? അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഈ ഒരു കേസിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെ മൊബൈൽ ഫോണുകൾ ഇദ്ദേഹം മോഷണത്തിൽ അതായത് കൊല നടത്തിയതിനു ശേഷം ഈ വിജയകുമാറിന്റെയും മീരയുടെ ഫോൺ ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ് അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അതിൽ നിന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ്. അതിൽ നിന്നും നടത്തിയ അതിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അസം സ്വദേശിയായിട്ടുള്ള അമിത് ഉറാങ്ങിനെ കോട്ടയത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. പുറപ്പെട്ടോ അന്വേഷണ സംഘം മാളയിൽ നിന്ന്? അന്വേഷണ സംഘം പുറപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പോലീസിൽ നമുക്ക് ലഭ്യമാക്കുന്ന വിവരമെന്ന് പറയുന്നത്. രാത്രി 12:30-ക്കാണ് ഈ പ്രതിയായിട്ടുള്ള അമിത് ഉറാങ്ങിനെ പോലീസ് പിടികൂടുന്നത്. ആ സമയത്ത് തന്നെ അവിടെ വെച്ച് ആദ്യഘട്ടത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷം കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം കുറ്റം ഇതിനോടകം തന്നെ പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് തന്നെ എന്ത് കാരണത്തിലാണ് ഈ പ്രതി ഇത്തരത്തിലേക്ക് ഒരു കുറ്റം നടത്തിയത് എന്ന് സംബന്ധിച്ച്, ഇതിന്റെ ഈ മോട്ടീവ് എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഇപ്പോഴൊരു വ്യക്തത നൽകുന്നില്ല. അതേസമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇവൻ ഈ ഒരു കൊല നടത്തിയതിനെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവനും ഒരു പെൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഇവൻ വൈഫ് എന്നുള്ള രീതിയിലായിരുന്നു ഈ വിജയകുമാറിന്റെ വീട്ടിൽ ആ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തുകയും അവിടെ ജോലിക്ക് നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവൻ മൊബൈൽ മോഷണ കേസിലെല്ലാം ഇവൻ അകത്തായ സമയത്ത് ആ പെൺകുട്ടി അവളുടെ കാര്യം നോക്കി തിരിച്ച് വീട്ടിൽ പോയി. അതായത് ഇവനുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അപ്പം ഇവൻ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ആ ഒരു പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നടന്നില്ല. പോരാത്തേന്ന് ഇവന് മാനസികമായിട്ട് ഇവന് ഭയങ്കര വിഷമം ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യമാണ് ഇവൻ ഇവരെടുത്ത് തീർത്തേന്നുള്ള രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എനിക്ക് ഇത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും അവനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് അത്രയും വലിയൊരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കൊലപാതകം ചെയ്യാനായിട്ട് പറ്റും? പോരാത്തിന് വേറെ ഒരു കാര്യം കൂടെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവരുടെ വീട്ടിന്റെ ബാക്ക് സൈഡിൽ ഒരു കൊച്ചു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ സൈഡിൽ അങ്ങാണ്ട് അമിത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഈ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ 2 മൊബൈൽ ഫോൺസും DVR ഉൾപ്പെടെ എടുത്തിട്ട് ഇവൻ രക്ഷപ്പെട്ടവനാണ്. അപ്പം ഇത്രയും ഒരു വലിയൊരു കൊലപാതകം ചെയ്യുന്ന സമയത്ത് ഇവൻ ഇതുപോലെ ഗേറ്റിന്റെ ബാക്കിലൊക്കെ വന്ന് അമിത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുവോ? ഇവൻ എന്തോ അത്രയ്ക്ക് മണ്ടനാണോ? അപ്പൊ ഇതിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്.
അത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുക, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരിക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. രാത്രി 12:30 കൂടി പിടികൂടുന്നു. ഈ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടി. അതിനുശേഷം ഇപ്പോൾ കോട്ടയത്തേക്ക് തിരിച്ചു വരുന്ന ഒരു വഴിയിലാണ്. അല്പസമയത്തിനുള്ളിൽ ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രതിയുമായി അന്വേഷണ സംഘം കോട്ടയത്തേക്ക് എത്തും. തുടർന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മാളയിലെ ഈ കോഴി ഫാമിലേക്ക് പോയത് അവിടെ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുള്ള പരിചയക്കാരുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ, ആ ഒരു പരിചയത്തിന്റെ പുറത്താണോ അങ്ങോട്ടേക്ക് തന്നെ പോയത്? തീർച്ചയായും മൂർത്തി അത് തന്നെയാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ജാർഖണ്ഡ്, അസം മേഖലയിൽ തുടർന്നുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ ഈ കോഴി ഫാമിൽ, ഈ മാളയ്ക്കടുത്തുള്ള ഈ കോഴി ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ അവിടെ ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കൊപ്പം ആണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്ന വിവരമാണ് നിലവിൽ പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്നത്. അത്തരത്തിൽ ഏകദേശം ഒരു 12. ശരിക്കും ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ വീട്ടിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, വളരെ മാന്യമായിട്ട് ജോലി ചെയ്തിട്ട് പോകും. കുറച്ച് ആൾക്കാർ ഇതുപോലെയുള്ള തരികടകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. യവന്മാരെ ഒന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിർത്തരുത്. എത്രയും പെട്ടെന്ന് ഇവനെയൊക്കെ അടിച്ചോടിച്ചു വിടുക. അതുപോലെ തന്നെ ഈ പേരും വിലാസവും ഒന്നും ഇല്ലാത്ത ഇതുപോലെ